പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ഏറ്റവും പരിശുദ്ധമായ നാമം ഇന്ന് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് വെള്ളിയാഴ്ച പകൽക്കാലം ഉപവാസ പ്രാർത്ഥനയ്ക്കായി നമുക്ക് ദൈവാലയത്തിൽ ഒത്തുചേരുവാൻ കർത്താവ് നൽകിയ വിലപ്പെട്ട അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ വന്ദനം അറിയിക്കുന്നു. ഇന്ന് പകൽ നാം ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നിങ്ങളോട് എന്ത് സംസാരിക്കണമെന്ന് രാവിലെ ഞാൻ ദൈവസന്നിധിയിൽ ചോദിച്ചു. ഇങ്ങനെ അതിനെക്കുറിച്ച് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ദൈവം എൻ്റെ മനസ്സിൽ കൊണ്ടുവന്ന ഒരു ചിന്ത, അത് ഇന്ന് നിങ്ങളോട് പ്രസ്താവിക്കുവാൻ ഞാൻ കർത്താവിൽ ആശിക്കുന്നു. നമ്മുടെ പ്രസംഗം എപ്പോഴും നമ്മുടെ സാഹചര്യങ്ങൾ, നമ്മുടെ അവസ്ഥകളെ സ്പർശിക്കുന്നതായിരിക്കണം. അങ്ങനെയല്ലേ വേണ്ടത്? കേൾക്കുന്ന പ്രസംഗം, വചനം നമ്മുടെ ജീവിതത്തോട് ഇടപെടുമ്പോഴാണ് ആ സന്ദേശത്തിന് പ്രസക്തി ഉണ്ടാകുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ചിന്ത, പൊതുവായി ദൈവജനം പങ്കുവയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട പരാതി, അല്ലെങ്കിൽ അവരെപ്പോഴും പറയുന്നൊരു കാര്യം, പാസ്റ്ററെ, ഞങ്ങൾ കൂടുതൽ ദൈവത്തോട് അടുക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ ഞങ്ങൾക്ക് കൂടുതൽ പ്രതിസന്ധികളുണ്ടാകുന്നു. ആമേൻ. ശരിയാണോ? ഞങ്ങൾ കൂടുതൽ പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നു, പക്ഷേ അതുവരെ ഇല്ലാത്ത പ്രശ്നങ്ങൾ അപ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്നു. ദൈവസന്നിധിയിൽ ഒത്തിരി അടുത്തു ചെല്ലണം, ഇങ്ങനെ പോയാൽ പോരാ, കുറച്ചുകൂടൊക്കെ ആത്മീകമായി തമ്പുരാനോട് അടുത്ത് ജീവിക്കണം, പ്രാർത്ഥിക്കണം എന്നൊക്കെ ഞങ്ങൾ ചിന്തിച്ച് അങ്ങനെ ആത്മീകമായി കർത്താവിനോട് അടുക്കുവാനുള്ള പരിശ്രമങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴൊക്കെയും കൂടുതലായിട്ട് പ്രതിസന്ധികളും കുഴപ്പങ്ങളും ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ വരുന്നു. ഒരുപാട് പേര് എന്നോട് പങ്കുവച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം അവർ പറയുന്നൊരു കാര്യമുണ്ട്, ഇങ്ങനെ ആത്മീകമായി കൂടുതൽ ആത്മീകരായി പ്രാർത്ഥിക്കുന്നവരായി ഒക്കെ നടക്കുന്നത് കൊണ്ട് ഇങ്ങനെ പ്രശ്നമാണെങ്കിൽ ഒരു പരുവത്തിനൊക്കെ ജീവിച്ചു പോയാൽ പോരെ എന്ന ചിന്തയിലേക്കും ആളുകൾ വഴുതി വീഴാറുണ്ട്. ഇന്ന് പകൽ ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ദൈവം എനിക്ക് ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ നൽകിയ പ്രകാശനങ്ങളാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നാം ദൈവത്തോട് കൂടുതൽ അടുക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് പ്രതിസന്ധി വർദ്ധിക്കുമെങ്കിൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, നാം ദൈവത്തോട് അടുക്കുന്നതും ആത്മീകമായി അനുഗ്രഹിക്കപ്പെടുന്നതും ഇഷ്ടപ്പെടാത്ത ചില ശക്തികളുണ്ട്. അവ നിങ്ങൾക്കെതിരാകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് തിരിഞ്ഞുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, ദൈവികമായ വിഷയത്തിൽ നിങ്ങൾ ശരിയായ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോഴാണ് പ്രതിസന്ധി വർദ്ധിക്കുന്നെങ്കിൽ നിങ്ങൾ ഓർത്തോണം, പേടിക്കണ്ട, ഞാൻ പോകുന്നത് നേരെയുള്ള പാതയിൽ തന്നെയാണ്, എനിക്ക് വഴി തെറ്റിയിട്ടില്ല. നമുക്ക് ഒരു വാക്യം വായിച്ചുകൊണ്ട് ആരംഭിക്കാം. സങ്കീർത്തനങ്ങൾ 34:19 എല്ലാവർക്കും പരിചയമുള്ള വാക്യമാണ്. 34-ാം സങ്കീർത്തനം 19-ാമത്തെ വാക്യം. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. ശ്രദ്ധിച്ചോ, നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു.
സാധാരണഗതിയിൽ നീതിയോടെ വിശുദ്ധിയോടെ ജീവിക്കുന്ന ഒരാൾക്ക് അനർത്ഥങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നാണ് പൊതുവെ ആളുകൾ ചിന്തിക്കുന്നത്. പക്ഷേ തിരുവെടുത്ത് പറയുന്നത് നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നുവെന്നാണ്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ സന്തോഷകരമായ ഒരു വാർത്ത അതിനോട് ചേർത്ത് പറയുന്നു, അവൻ നീതിമാനായി ജീവിക്കുകയാണെങ്കിൽ, അല്ലേ, ഈ അനർത്ഥം വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പോഴും നീതി കൈവിടാതിരുന്നാൽ, അല്ലേ, അവൻ്റെ ജീവിതത്തിൽ അനീതി വരാതിരുന്നാൽ, ഭക്തി ഉപേക്ഷിക്കാതിരുന്നാൽ, പ്രാർത്ഥന കുറയാതിരുന്നാൽ, ആശ്രയം കുറയാതിരുന്നാൽ, അതുകൂടെ ചിന്തിക്കണേ. സ്തോത്രം. ഹല്ലേലൂയ. അവൻ ആ പ്രാർത്ഥനയും അവൻ്റെ വിശുദ്ധിയും അവൻ്റെ ആത്മീയ അനുഭവങ്ങളെയും കാത്തു സൂക്ഷിച്ചാൽ അവയെല്ലാറ്റിൽ നിന്നും, ഏതിൽ നിന്ന്? സകല അനർത്ഥങ്ങളിൽ നിന്നും വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് അവൻ അനുഭവത്തിലൂടെ സാക്ഷ്യം പറയാനിടയായിത്തീരും. സ്തോത്രം. ഇയ്യോബിന്റെ ജീവിതത്തിൽ എല്ലാ തകർച്ചകളും വന്നപ്പോഴും, എല്ലാ പ്രതിസന്ധികളും വന്നപ്പോഴും തിരുവെഴുത്ത് ഇങ്ങനെ നമ്മളെ പഠിപ്പിക്കുന്നു, അവൻ അതിലൊന്നിലും അധരം കൊണ്ട് ദൈവത്തോട് പാപം ചെയ്തില്ല. പ്രൈസ് ദി ലോർഡ്. നീതിമാനെന്ന് മുന്നേ തന്നെ ദൈവം പ്രഖ്യാപിച്ച മനുഷ്യൻ, അവനെപ്പോലെ നിഷ്കളങ്കനായി ആരുമില്ലെന്ന് പറഞ്ഞ ദൈവമനുഷ്യൻ, ദോഷം വിട്ടകലുന്ന ദൈവമനുഷ്യൻ, അല്ലേ, ഉന്നതമായ ആത്മീയ നിലവാരമുള്ള ദൈവമനുഷ്യന്റെ ജീവിതത്തിൽ സംഖ്യയില്ലാത്ത അനർത്ഥങ്ങൾ വന്നപ്പോൾ, അല്ലേ, അടിക്കടി പ്രതിസന്ധികൾ വന്നപ്പോൾ, ജീവിതം വലിയ തകർച്ചയിലെത്തിയപ്പോൾ, അവനുണ്ടായിരുന്നതെല്ലാം നഷ്ടമായപ്പോൾ, തലമുറകൾ നഷ്ടമായപ്പോൾ, തിരുവെഴുത്ത് പറയുക, അവൻ അതിലൊന്നിലും അവൻ പതരം കൊണ്ട് പാപം ചെയ്യുകയോ ദൈവത്തിന് ഭോഷത്വം ആരോപിക്കുകയോ ചെയ്തില്ല. അവൻ ദൈവത്തെ കുറ്റം പറഞ്ഞില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഇയ്യോബ് സാക്ഷ്യം പറയുകയാ, എനിക്ക് നഷ്ടമായതല്ല, അവൻ മടക്കി തന്ന ഒരു ദൈവം, അവൻ എനിക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു ദൈവം, എന്റെ തകർച്ചയെ മാറ്റി എന്നെ മാനിച്ച ഒരു ദൈവം ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൂത് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ പ്രതിസന്ധികൾ, പ്രശ്നങ്ങളൊക്കെ നീതിമാൻ ഉണ്ടാകും. പ്രാർത്ഥിക്കുന്നവർക്ക് പ്രതികൂലങ്ങളുണ്ട്. നിങ്ങൾ അടുക്കാൻ ശ്രമിക്കും തോറും പ്രതികൂലത്തിന്റെ തോത് വർദ്ധിക്കും. സ്തോത്രം. അതൊരു പരീക്ഷണമാണെന്ന് മനസ്സിലാക്കുന്ന എത്ര ദൈവമക്കൾ ഇവിടെയുണ്ട്. അതൊരു പരീക്ഷണമാ. പ്രാർത്ഥനാ ജീവിതത്തിന്റെ ശക്തി വർദ്ധിക്കുമ്പോൾ, അല്ലേ, ശത്രു അടങ്ങിയിരിക്കില്ല, അല്ലേ, പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ വർദ്ധിക്കും. പക്ഷേ ആത്മികനറിയാം, ഞാൻ ശരിയായ പാതയിലൂടെയാണ് പോകുന്നത്, എനിക്ക് ട്രാക്ക് തെറ്റിയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ നേരെയുള്ള വഴിയിലൂടെ തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രതിസന്ധികൾ ഒന്ന് മാറി എൻ്റെ ജീവിതത്തിൽ വരുന്നത്. അവനൊരു കാര്യം തീരുമാനിച്ചോണം, ഇല്ല, ഞാൻ പിന്മാറത്തില്ല. ഇന്ന് പകൽ എത്ര പേര് തീരുമാനമെടുക്കും? ആമേൻ. പ്രാർത്ഥിക്കാൻ തീരുമാനിച്ച നീ, ആരാധിക്കാൻ തീരുമാനിച്ചിറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ, വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ, അവൻ പാട്ടുകാരനോട് ചേർന്ന് പറയണം, ഞാൻ ഒട്ടും പിന്മാറുകയില്ല. വിശ്വാസ ചുവടുകൾ ഞാൻ പുറകോട്ട് വെക്കത്തില്ല, ഞാൻ മുന്നോട്ട് പോകും. എനിക്കൊരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തിലെത്തുന്നത് വരെ ഞാൻ മുന്നോട്ട് യാത്ര ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇതിനകത്തിരിപ്പുണ്ട്. സ്തോത്രം. നിങ്ങൾ ഹൃദയത്തിൽ കുറിച്ചു വെച്ചോണം, നിങ്ങൾ നിങ്ങളുടെ ഭക്തി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിച്ചാൽ, പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചാൽ, വിശുദ്ധിയിൽ ജീവിക്കാൻ തീരുമാനിച്ചാൽ, മറ്റുള്ളവരെക്കാൾ മെച്ചമായ ഒരു ആത്മജീവിതം എനിക്ക് വേണമെന്ന് കരുതി ആത്മീകമായി അടുക്കാൻ ശ്രമിച്ചാൽ പ്രതിസന്ധികൾ കൂടും. കാരണം നിന്റെ ആ തീരുമാനത്തിൽ നിന്ന്, നിന്റെ ആ ഉറപ്പിൽ നിന്ന് നിന്നെ വലിച്ചു താഴെയിടണം എന്നതാണ് ലക്ഷ്യം. സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തോട് അടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ മറ്റൊരർത്ഥം എതിർപ്പുകൾ ഉണ്ടെങ്കിൽ വിളിച്ചു വരുത്തുക എന്നുള്ളതാ. ആരുടെ? പിശാചിന്റെ എതിർപ്പുകൾ.
അല്ലേ? ദൈവമില്ലാത്ത മനുഷ്യരുടെ എതിർപ്പുകൾ, സ്വന്തം കുടുംബത്തിനകത്ത് തന്നെ എതിർപ്പുകൾ ഉണ്ടാവുമോ? പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യർക്കും ഉപദ്രവമുണ്ടാകുമെന്ന് തിരുവെഴുത്ത് പറയുന്നു. നിങ്ങൾ ആത്മീയതയിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിച്ചാൽ അതുവരെ ഇല്ലാത്ത എതിർപ്പുകൾ എല്ലാ മണ്ഡലത്തിൽ നിന്ന് നിങ്ങൾ നേരിടേണ്ടി വരും. എല്ലാ അനുഭവങ്ങളിൽ നിന്ന് നിങ്ങൾ നേരിടേണ്ടി വരും. തകർച്ചകളും പ്രതിസന്ധികളും പ്രതീക്ഷിച്ചോണം, പ്രതികൂലങ്ങൾ പ്രതീക്ഷിച്ചോണം. ഇതൊരു പരീക്ഷണമാ. ദൈവമൊന്ന് പരീക്ഷിക്കുക. നീ നിലനിൽക്കുമോ, നിൽക്കുമോ? ആമേൻ. എന്നാൽ ഇന്ന് പകൽക്കാലം ഈ പ്രശ്നങ്ങളെ കണ്ട് പിന്മാറാതെ ഉറച്ചു നിന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ഒടുവിൽ നീ തിരിച്ചറിയുന്നൊരു കാര്യമുണ്ട്. ആമേൻ. ഞാൻ എൻ്റെ ഭക്തി, ആ ജീവിതം, എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ ആമേൻ തകർന്നു പോകാതെ പിടിച്ചു നിന്നതുകൊണ്ട് ദൈവം എനിക്കൊരു വലിയ ജയം നൽകി. സ്തോത്രം. അപ്പൊ ദൈവത്തോട് അടുക്കുക എന്ന് പറഞ്ഞാൽ ചിലരുടെ എതിർപ്പുകൾ നമ്മൾ കൊണ്ടുവരിക എന്ന അതിൻ്റെ അർത്ഥം ആണോ? യെസ്. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 12-ാം വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന് ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടുമത്രേ. വചനം കേൾക്കുന്ന ദൈവമക്കളെ, പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചാൽ ഇതെല്ലാം നിനക്ക് വിരോധമായി വരുമെന്നറിയുക. സ്തോത്രം, സ്തോത്രം. ആരാധനയ്ക്ക് സമർപ്പണമുള്ളവരായി നിങ്ങൾ ജീവിക്കാൻ തീരുമാനിച്ചാൽ ഈ വാഴ്ചകളും അധികാരങ്ങളും ഒക്കെ നിനക്കെതിരെ നിൽക്കും. വിശുദ്ധിയോടെ ജീവിക്കാൻ ഒരു തീരുമാനമെടുത്താൽ ഇതെല്ലാം നിനക്ക് വിരോധമായി വരുമെന്ന് മനസ്സിലാക്കുന്ന ദൈവമക്കൾ എത്ര പേരുണ്ട്? സ്തോത്രം. പത്രോസ് ഇങ്ങനെ പറഞ്ഞു, 1 പത്രോസ് 5:8, പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. സ്തോത്രം. അവൻ നിന്നെ നോട്ടമിടാൻ സാധ്യതയുണ്ട്. പേടിക്കണ്ട കേട്ടോ. വചനം കേട്ടിട്ട് അയ്യോ പാസ്റ്ററെ അവൻ ഞങ്ങളെ വിഴുങ്ങുമോ? ഇല്ല. അവൻ അലറുന്ന സിംഹം എന്ന പോലെ, അല്ലേ? സിംഹമൊന്നുമല്ല, സിംഹത്തെ പോലെ വിഴുങ്ങാനായിട്ട് വരും. 1 പത്രോസ് 5:8 വാക്യം വായിച്ചു. ഉണർന്നിരിപ്പീൻ, നിർമ്മതരായിരിപ്പീൻ. വായിച്ചു. നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് ആ വക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്ത് നിൽപ്പീൻ. അപ്പൊ നിങ്ങൾ അറിയണം, എതിർത്ത് നിൽക്കണം. നമ്മൾ ഇവനോട് എതിർത്ത് നിൽക്കണം. അപ്പൊ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ അറിയണം, വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി പിശാചിനോട് എതിർത്ത് നിൽക്കുവാൻ കരുത്തു പ്രാപിക്കണം. സ്തോത്രം. പ്രാർത്ഥിക്കുന്നവരെ അതിൽ നിന്ന് പിന്മാറ്റുവാൻ, ആത്മീകമായി നിൽക്കുന്നവരെ അതിൽ നിന്ന് മാറ്റാൻ അവനിങ്ങനെ സദാ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. അല്ലേ? അവൻ്റെ പ്രവൃത്തി ഇങ്ങനെ വരും. അപ്പോൾ ഇതറിഞ്ഞിട്ട് നിർമ്മതരായി ഉണർന്നിരുന്ന് അവനോട് വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി അവനോട് എതിർത്ത് നിൽക്കണം. എതിർത്ത് നിന്നാൽ എന്തു ചെയ്യും? അവൻ നിങ്ങളെ വിട്ട് നിശ്ചയമായി ഓടും. എതിർത്ത് നിൽക്കാൻ ഞാനും നിങ്ങളും തയ്യാറായാൽ സാത്താൻ ഓടിപ്പോകും. ദാനിയേൽ പ്രവാചകൻ പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു, അല്ലേ? നമുക്കെല്ലാവർക്കും അറിയാം. നമ്മളെപ്പോലെ ഒരു പ്രതിസന്ധി വരുമ്പോൾ ഉള്ള പ്രാർത്ഥനയല്ല, സ്ഥിരമായി പ്രാർത്ഥിക്കുമായിരുന്നു, അല്ലേ? പക്ഷെ പ്രാർത്ഥിച്ചിട്ടും
എന്തു ചെയ്തു? അവന് വിരോധമായി ഇതാ രാജകൽപ്പന എഴുതപ്പെട്ടു. എന്താ കൽപ്പന? പ്രാർത്ഥന നിർത്തണം. നിങ്ങൾക്ക് പിടികിട്ടിയോ? പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ, ശരിക്കും പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ആ പ്രാർത്ഥന നിർത്താൻ ഏതെല്ലാം പണിയുണ്ടോ അതെല്ലാം പിശാച് ചെയ്യും. വിശ്വസിക്കുന്നവർക്ക്, മനസ്സിലാകുന്നവർക്ക് സ്തോത്രം ചെയ്യാം. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ശക്തി ഉണ്ടെങ്കിൽ ആ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ പിശാച് സമ്മതിക്കുകയല്ല. ആശയം പിടികിട്ടിയോ? നിങ്ങളുടെ പ്രാർത്ഥന ഫലമുണ്ടാക്കുന്ന പ്രാർത്ഥനയാണെന്ന് പിശാചിന് ബോധ്യമായാൽ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ നിങ്ങളുടെ പ്രാർത്ഥന, നമ്മുടെ കർത്താവ് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ, സ്നാനമേറ്റ് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ സ്വർഗം തുറന്നു. നിങ്ങളുടെ പ്രാർത്ഥന സ്വർഗം തുറക്കുന്ന പ്രാർത്ഥനയാണെങ്കിൽ, നീ പ്രാർത്ഥിച്ച ചിലത് നടക്കുമെങ്കിൽ, നീ പ്രാർത്ഥിച്ച ചില പ്രവൃത്തികൾ ഉണ്ടാകുമെങ്കിൽ, നീ പ്രാർത്ഥിച്ച ചില അത്ഭുതങ്ങൾ വെളിപ്പെടുമെങ്കിൽ, നിന്റെ പ്രാർത്ഥന കേട്ട് ദൈവത്തിന് മിണ്ടാതിരിക്കാൻ പറ്റാതെ ദൈവം ഇറങ്ങുമെങ്കിൽ, ആ പ്രാർത്ഥന നീ പ്രാർത്ഥിക്കണ്ട എന്ന് പിശാച് തീരുമാനിക്കും. മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. ഈ പണ്ടാരോ പറഞ്ഞതുപോലെ, ഈ വൈകുന്നേരം അങ്ങോട്ട് ചെന്ന് കിടക്കാൻ നേരത്ത് കർത്താവെ രക്ഷിക്കണേ എന്ന് പറയുന്ന പ്രാർത്ഥനയൊന്നും പിശാചിന് വിഷയമൊന്നും അല്ല. ആ പ്രാർത്ഥനയൊക്കെ നീ എത്ര വേണേലും പ്രാർത്ഥിച്ചോ, ഉറക്കം തൂങ്ങിയോ, എങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ നീ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചാൽ അതിന് ഫലമുണ്ടാകുമ്പോൾ അങ്ങനെ നീ പ്രാർത്ഥിക്കണ്ട. പിടികിട്ടിയോ? അതിന് വിരോധമായി ശത്രു പ്രവർത്തിക്കും. കർത്താവേ, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ലെന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ മല്ലുകെട്ടി പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനാ ജീവിതം നിനക്കുണ്ടെങ്കിൽ ആ പ്രാർത്ഥനയെ തടയാൻ പിശാച് അവൻ്റെ മുഴുവൻ കഴിവുകളും ഉപയോഗിക്കും. അത്തരം പ്രാർത്ഥനക്കാരെ സഭയ്ക്കകത്ത് ഇല്ലാതാക്കാൻ അവർ ശ്രമിക്കും. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ദൂതേറ്റെടുത്ത് ഇല്ല, ഞാൻ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ കൂടുതലെടുക്കും. പ്രതികൂലം വരട്ടെ, പ്രതിസന്ധി വരട്ടെ, ഞാൻ പിന്മാറത്തില്ല. സ്തോത്രം. ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പുറകോട്ട് പോകില്ല. ഞാൻ പ്രാർത്ഥനയ്ക്ക് എഴുന്നേൽക്കും. ദാനിയേൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പറഞ്ഞു, ഇനി എന്ത് ചെയ്യാൻ പാടില്ല? പ്രാർത്ഥിക്കാൻ പാടില്ല. രാജാവിൻ്റെ കൽപ്പന വന്നു. ദാനിയേൽ എന്ത് ചെയ്തു? അയ്യോ, എന്നാ പിന്നെ ആയിക്കോട്ടെ, ഞാനതങ്ങ് നിർത്തിയെന്നാണോ? ആണോ? എതിർപ്പൊക്കെ വരും, ക്ഷീണം വരും, പ്രതിസന്ധി വരും. പക്ഷേ നീ അറിഞ്ഞോണം, ഇത് ഈ പ്രാർത്ഥന സ്റ്റോപ്പ് ചെയ്യിക്കാനാ. സ്തോത്രം. ദാനിയേലിന് മനസ്സിലായി, അല്ലേ? ഒരു രാജാവിൻ്റെ കൽപ്പനയ്ക്കും എൻ്റെ പ്രാർത്ഥനയെ സ്റ്റോപ്പ് ചെയ്യിക്കാൻ പറ്റില്ല. തിരുവെഴുത്ത് പറയുന്നത്, അവൻ മുമ്പേ ചെയ്തു വന്നതുപോലെ, അല്ലേ, അവൻ ചെന്ന് കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്ന് മുട്ടുകുത്തി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു. ഇന്ന് വചനം കേൾക്കുന്ന ദൈവമക്കളെ, ഈ ദൂത് ഏറ്റെടുത്തിട്ട് ജീവിതത്തിൽ അവൻ ദൈവത്തോട് അടുക്കാൻ തുടങ്ങുമ്പോൾ, പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ, ആത്മീകമായി മുന്നേറുമ്പോൾ ചില പ്രതിസന്ധികളൊക്കെ മുന്നിൽ വന്ന്, ചില രോഗങ്ങൾ, ചില പ്രതികൂലങ്ങൾ, ചില തടസ്സങ്ങൾ, ചില ക്ഷീണങ്ങൾ, അല്ലേ, ചില വാക്കുകൾ, ഇതെല്ലാം വന്ന് ഇതൊക്കെ അവസാനിപ്പിക്കാനാണെങ്കിൽ നിങ്ങളോടുള്ള ദൂതല്ല എനിക്ക്. പക്ഷേ ഇല്ല, ഞാൻ അവസാനിപ്പിക്കില്ല, ഞാൻ വിട്ടുകൊടുക്കില്ല. എൻ്റെ ദൈവം എന്നെ സഹായിക്കും. ഞാൻ പ്രാർത്ഥിക്കാൻ മുഴങ്കാലും മടക്കിയിട്ടുണ്ടെങ്കിൽ അതിനൊരു മറുപടി കണ്ടിട്ട് അതിനൊരു പരിഹാരം, ആമേനല്ലേ, എന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി ലഭിച്ചതിന് ശേഷമേ ഞാനിത് അവസാനിപ്പിക്കൂ എന്ന് ചിന്തിക്കുന്നവരോടാ ഇന്ന് രാവിലെ ഞാൻ ദൂത് കൈമാറുന്നത്. നിങ്ങൾ ഇന്ന് പകൽക്കാലം ദാനിയേലിനെ പോലെ പ്രാർത്ഥനാമുറിയിൽ കയറാൻ താല്പര്യപ്പെടുമെങ്കിൽ എന്റെ ദൈവം പറയുകയാ, അവൻ എന്റെ ദൈവം നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും, നിന്നെ മാനിക്കുവാനിടയായി തീരും. അതാ നീതിമാന്റെ അനർത്ഥങ്ങൾ പൊക്കിയെടുത്ത് അവിടെ കൊണ്ടുപോയിട്ടു, സിംഹത്തിൻ്റെ കുഴിയിൽ കൊണ്ടുപോയിട്ടു. അതാ വചനം പറയുന്നത്. സിംഹത്തിൻ്റെ കുഴി ഒഴിവാക്കിയില്ല, അവിടെ തന്നെ കൊണ്ടിട്ടു. പക്ഷേ ആരെയാ കൊണ്ടിട്ടത്? സ്തോത്രം, സ്തോത്രം. ഏത് വെല്ലുവിളിയുടെ നടുവിലും പ്രാർത്ഥന മാറ്റിവെക്കാത്ത ദാനിയേലിനെ, പ്രൈസ് ദി ലോർഡ്. അന്യരാജ്യത്താണെങ്കിലും വിശുദ്ധിയുടെ മുമ്പിൽ, അല്ലേ, കോംപ്രമൈസ് ചെയ്യാതെ തൻ്റെ വിശുദ്ധി സൂക്ഷിച്ച ദൈവഭക്തൻ്റെ മുമ്പിൽ ആണോ? സ്തോത്രം. ജീവനുള്ള സത്യദൈവത്തെ
നീതിയിലും വിശുദ്ധിയിലും ആരാധിക്കുന്ന തൻ്റെ ഭക്തനെ സിംഹത്തിൻ്റെ കുഴിയിൽ കൊണ്ടിട്ടു. വചനം പറയുക, യഹോവയായ ദൈവം സിംഹത്തിൻ്റെ വായ അടച്ചു കളഞ്ഞു. ഇന്ന് ദൂത് കേൾക്കുന്നവരോട് വിളിച്ചു പറയട്ടെ, നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാ, എങ്കിലും യഹോവ അതിലെല്ലാത്തിൽ നിന്ന് വിടുവിക്കുന്ന ദൈവം. ഈ രാവിലെ വിശ്വസിച്ച് സ്തോത്രം ചെയ്തോ. എൻ്റെ കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ തുടരാൻ ആത്മാവിൽ നിനക്കൊരുക്കമാണെങ്കിൽ ഒരു ശത്രുവും അവൻ നിന്നെ തകർത്ത് കളയാൻ അനുവദിക്കത്തില്ല. അവൻ ദുഷ്ടന്റെ ആധരത്തെ വായ അടയ്ക്കുന്ന ദൈവം, അവൻ തീയുടെ ബലത്തെ കെടുത്തുന്ന ദൈവം ഇന്ന് പകൽക്കാലം ജീവിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് അടുക്കും തോറും പ്രതികൂലമാ പാസ്റ്റർ, അതുകൊണ്ട് ഞങ്ങൾ അടുക്കുന്നില്ല. പുത്തുപുരത്തെ അനുഭവത്തിൽ അങ്ങ് പോയോക്കാം എന്ന് വിചാരിക്കുന്നവർക്ക് വേണ്ടിയല്ല. ഏത് പ്രതിസന്ധി വന്നാല് തങ്ങളുടെ വിശുദ്ധി സൂക്ഷിക്കുന്ന, പ്രാർത്ഥനയിൽ മുന്നേറുന്ന, നീതിയോടെ ജീവിക്കുന്ന ആത്മീയർക്ക് വേണ്ടി സ്വർഗത്തിൽ ദൈവം പ്രവർത്തിക്കുമെന്ന ദൂത് ഇന്ന് രാവിലെ ഞാൻ നിങ്ങൾക്ക് കൈമാറുകയാണ്. ജീസസ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആത്മീകമായി കൂടുതൽ അടുക്കുമ്പോൾ കൂടുതൽ പ്രതിസന്ധികൾ വരുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾ ചില സ്ഥലത്ത് എതിർപ്പുണ്ടാക്കി, ചിലർക്ക് നിങ്ങളോട് എതിർപ്പ് വർദ്ധിപ്പിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് വെച്ചാൽ ചിലരെ നിങ്ങൾ പിണക്കുന്നു. ദൈവത്തോട് അടുക്കുമ്പോൾ ചിലർ നിങ്ങളോട് എന്ത് ചെയ്യും? എതിർപ്പുണ്ടാവും. ആ എതിർപ്പുണ്ടാകുന്ന ശക്തി അന്ധകാര മണ്ഡലങ്ങളാ. നിങ്ങൾ അടുക്കാൻ തുടങ്ങുമ്പോൾ അവർ നിങ്ങളോട് എതിർക്കാൻ തുടങ്ങും. ഇത് മനസ്സിലാക്കിക്കോണം. അവരെതിർക്കുക എന്ന് പറഞ്ഞാൽ ആ അന്ധകാര ശക്തി മാത്രമല്ല, അതിൻ്റെ നിവാസത്തിലുള്ള അല്ലെങ്കിൽ അതിൻ്റെ ആധിപത്യത്തിലുള്ള എല്ലാം നിങ്ങളോട് എതിർക്കും. ആ ആധിപത്യങ്ങൾ ആരെയൊക്കെ നിയന്ത്രിക്കുമോ അവരെല്ലാം എതിർക്കും. പിടികിട്ടിയോ? ദാനിയേലിന്റെ പ്രാർത്ഥനയ്ക്കെതിരെ ആ ശക്തി വ്യാപരിച്ചു. ആ ശക്തി ചില ആൾക്കാരിലൂടെ വ്യാപരിച്ചു, രാജാവിലേക്ക് പോയി. അവരെല്ലാം എതിർത്തില്ലേ? അങ്ങനെയെങ്കിൽ നീ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ഈ പൈശാചിക മേഖലകളെല്ലാം നിനക്കെതിരാകും, എതിർപ്പുണ്ടാകുമെന്ന കാര്യം അറിഞ്ഞിട്ട് വേണം നമ്മൾ ജീവിക്കാൻ. അതുകൊണ്ട് ഭയപ്പെടരുത്, കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട് എന്ന് നിങ്ങൾ അറിയണം. അപ്പോൾ നാം ആത്മീകമായി മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ കഷ്ടങ്ങൾ ഉണ്ടാകുന്നു, പ്രതിസന്ധികൾ ഉണ്ടാകുന്നു, തടസ്സങ്ങൾ ഉണ്ടാകുന്നു. കാരണം നിങ്ങൾ ദൈവത്തോട് എടുക്കുമ്പോൾ മറ്റ് ചില ശക്തികൾ നിങ്ങളോട് എതിർക്കുന്നത് കൊണ്ടാണ്. സ്തോത്രം. ദൈവത്തെയും മാമോനെയും കൂടെ ഒരുമിച്ച് സേവിക്കാൻ പറ്റുകയില്ല. പിശാചിനെയും ദൈവത്തെയും കൂടെ ഒരുമിച്ച് പറ്റുകയില്ല. നിങ്ങൾ ദൈവത്തോട് അടുത്താൽ സ്വാഭാവികമായിട്ടും ദൈവത്തിനെതിരായി നിൽക്കുന്ന ശക്തികളൊക്കെ നിങ്ങൾക്കും എതിരാകും. പക്ഷെ നിങ്ങൾ ഉറച്ചു നിന്നാൽ ആ എതിർപ്പുകളെ നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ട, സ്വർഗത്തിലെ ദൈവം കൈകാര്യം ചെയ്യും. വിശ്വസിക്കുന്നവർക്ക് സ്തോത്രം ചെയ്യാം. രണ്ടാമത്തെ കാര്യം ദൈവമക്കൾ അറിയണം, ഞാൻ ഈ അടുക്കും തോറും എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, പ്രതിസന്ധികൾ ഉണ്ടാകുന്നു. അപ്പോൾ ഒരു കാര്യം നമ്മൾ ചിന്തിച്ചു, ഇനി അത് ഞാൻ പറയില്ല. രണ്ടാമത്തെ ഒരു വിഷയമുണ്ട്. നമ്മൾ ഈ അടുക്കും തോറും ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ദൈവം ആഗ്രഹിക്കുന്ന കാര്യം നമുക്ക് വ്യത്യാസം ഉണ്ടാകണം. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും, കല്ലിനുമുണ്ടോ ഉണ്ടാ സൗരഭ്യം, അങ്ങനല്ലേ? ദൈവത്തോടടുക്കും തോറും നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ പെരുമാറ്റത്തിൽ, നമ്മുടെ അനുഭവങ്ങളിലൊക്കെ എന്തോ ഉണ്ടാകണം? വ്യത്യാസം ഉണ്ടാകണം. ആദ്യത്തെ മണ്ഡലം നമ്മുടെ ആത്മതലമാ. നിങ്ങൾ കൂടുതൽ പ്രാർത്ഥിക്കുകയും ദൈവത്തോട് അടുക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിന് നിശ്ചയമായും നിങ്ങളുടെ ജീവിതത്തിലെ ആത്മീയ കാര്യങ്ങളെ വർദ്ധിപ്പിക്കണം. നിങ്ങൾ ദൈവത്തോട് അടുക്കുകയും ചെയ്യുമ്പോൾ ആ കാര്യങ്ങളിൽ വർധനമുണ്ടാകണ്ടേ? അതിലെ ഒന്നാമത്തെ മേഖലയാണ് നിങ്ങളുടെ വിശ്വാസം. എന്ത് ചെയ്യണം? കൂടുതൽ വർദ്ധിപ്പിക്കണം. ദൈവത്തിൻ്റെ പദ്ധതിയാണ് നമ്മുടെയൊക്കെ വിശ്വാസം വർദ്ധിക്കണം. കാരണം ദൈവത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഭയങ്കര വിശ്വാസമായിരിക്കണമെന്നാ. ആരില്ല? ദൈവത്തിൽ, അല്ലേ? സ്വന്തം നാം സേവിച്ചാരാധിക്കുന്ന ദൈവത്തിൽ നമുക്ക് ഭയങ്കരമായ വിശ്വാസം ഉണ്ടായിരിക്കണമെന്ന് ആരാഗ്രഹിക്കുന്നു? ദൈവം ആഗ്രഹിക്കുന്നു. ഞാൻ വിളിച്ച് ഇറക്കുമ്പോൾ ഞാൻ എന്തു പറഞ്ഞാലും അനുസരിക്കുന്ന നിലയിൽ എന്നെ പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരു അനുഭവം എന്നെ അനുഗമിക്കുന്നവർക്ക് ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു.
ഇല്ലേ? സ്തോത്രം. അപ്പോ ദൈവത്തിന് നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കണം. നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ ദൈവം ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഈ പറഞ്ഞ കഷ്ടതകൾ. ഒരു വശത്ത് പിശാച് നമുക്ക് വിരോധമായി പ്രശ്നം ഉണ്ടാക്കുന്നു, മറുവശത്ത് അടുക്കും തോറും ദൈവം ചില കഷ്ടതകൾ അനുവദിക്കുന്നു. സ്തോത്രം. പ്രാർത്ഥിക്കുന്നതോറും ചില വിടുതലുകൾ അകന്നു പോകുന്നത് പോലെ, ചില നന്മകൾ മാറിപ്പോകുന്നത് പോലെ, ചില അനുഗ്രഹങ്ങൾ നഷ്ടമായി പോകുന്നത് പോലെയൊക്കെ അനുഭവപ്പെടുമ്പോൾ ഓർക്കണം, ഇത് ദൈവം നിന്റെ വിശ്വാസത്തെ ഒന്ന് പരിശോധിപ്പിക്കുക. നീ ദൈവത്തെ വിശ്വസിച്ചിറങ്ങി തിരിച്ചതിൻ്റെ ആ വിശ്വാസത്തിന് മാറ്റുണ്ടോ എന്നറിയാൻ ഒന്ന് പരീക്ഷിക്കുന്നതാ. സ്തോത്രം. എത്ര പേർക്ക് മനസ്സിലായി? ഞാൻ നിന്നെ കാണിക്കാനിരിക്കുന്ന ദേശത്തേക്ക് വരിക എന്ന ഒറ്റ വാക്ക് പറഞ്ഞപ്പോ എല്ലാം ഉപേക്ഷിച്ച് ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും ഒക്കെ വിട്ട് ഒരു മനുഷ്യൻ, അല്ലേ, മെസൊപ്പൊത്താമിയയിലെ പദ്ദനാരാമിൽ നിന്ന് എങ്ങോട്ട് പോകുന്നു എന്നറിയാതെ ദൈവത്തിൻ്റെ ഒറ്റ വാക്കിൽ വിശ്വസിച്ചിറങ്ങി വന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം അവന് വാഗ്ദത്തം കൊടുത്തു. 24 വർഷത്തിലധികം വാഗ്ദത്ത സന്തതിക്ക് വേണ്ടി കാത്തിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ വിശ്വാസം ഉരച്ചുരച്ചുരച്ചുരച്ചുരച്ച് അതിനെ ശ്രേഷ്ഠമാക്കി മാറ്റി. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. വിളിച്ചിറക്കി പിറ്റേ വർഷം എന്ത് ചെയ്യായിരുന്നു? ഒരു തലമുറയെ കൊടുക്കാമായിരുന്നു, നല്ല ആരോഗ്യമുള്ള സമയത്ത്, അല്ലേ? പക്ഷേ പറഞ്ഞാൽ വേണ്ട. 99ാമത്തെ വയസ്സിൽ വീണ്ടും വന്ന് ഓർമ്മിപ്പിച്ചു, അടുത്ത ആണ്ടിൽ നിന്റെ ഭാര്യ സാറ ഒരു മകനെ പ്രസവിക്കും. ഇന്ന് വചനം കേൾക്ക് നിങ്ങളോട് വിളിച്ചു പറയട്ടെ, ദൈവത്തെ സ്നേഹിക്കും തോറും അടുക്കും തോറും, അല്ലേ, ചില പ്രതിസന്ധികൾ, ചില പ്രതികൂലങ്ങൾ, വിശ്വാസത്തിൻ്റെ ചില പരീക്ഷണങ്ങൾ അത് ദൈവം വെച്ചിരിക്കുന്നതാണെന്ന് പുസ്തകം പറയുന്നു. മനസ്സിലായവർക്ക് സ്തോത്രം ചെയ്യാം. അതുകൊണ്ടാണ് അത് പത്രോസ് പറഞ്ഞത്. 1 പത്രോസിന്റെ ലേഖനം 1 അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങൾ. 1 പത്രോസ് 1:6-7 വാക്യങ്ങൾ വായിക്കാം. അതിൽ നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാപരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ ഈ വാക്യം പറഞ്ഞതാ, അല്ലേ? ഓർമ്മയുണ്ടോ? ആനന്ദിക്കുന്നു. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയതെന്ന് യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. നോക്കണേ, സ്വർണം തീയിലിട്ട് ശുദ്ധീകരിക്കുന്നത് പോലെ വിശ്വാസത്തിന് പരിശോധനയുണ്ടെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. നിങ്ങൾ കർത്താവിനെ അങ്ങാഴമായി വിശ്വസിച്ച് സ്നേഹിച്ച് കൂടെ നടക്കുമ്പോൾ കർത്താവ് അതിനെ ഒന്ന് പരിശോധിച്ചുറപ്പിക്കും. അവിടെയാ ഈ തീയുടെ ശോധന എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇതാണ് അടുക്കും തോറും ഈ ശോധനയുണ്ട്. പൊത്തുപുരത്തെ അനുഭവത്തിൽ പോകുന്നവർക്ക് ഈ ശോധനയില്ല. സ്തോത്രം. ആത്മീയതയിൽ സാധാരണ ലെവലിൽ പോകുന്നവർക്ക് ഈ ശോധനകളൊന്നുമില്ല. അടുക്കാൻ ശ്രമിക്കുമ്പോൾ, കൂടുതൽ അടുക്കുമ്പോൾ ദൈവം അതൊന്ന് പരിശോധിക്കും. അതുകൊണ്ട് അബ്രഹാമിനോട് മോനെയൊക്കെ കൊടുത്തേച്ച് വിളിച്ചൊരു ദിവസം രാവിലെ പറഞ്ഞു, നിൻ്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏകജാതനെ തന്നെ മോറിയാ മലയിൽ കൊണ്ടുപോയി എനിക്ക് യാഗം കഴിക്കണം. സ്തോത്രം. വല്ലാത്തൊരു അനുഭവമാണ് പ്രിയപ്പെട്ടവരെ ആത്മീയതയുടെ ഈ ഒരു തലം. നിങ്ങളിന്ന് ദൈവത്തെ കൂടുതൽ സ്നേഹിക്കും തോറും കൂടുതൽ പരീക്ഷണങ്ങളിലൂടെ, പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ പോകുന്നെങ്കിൽ
അതിനകത്തൂടെ ദൈവം നോക്കുന്ന ഒരേ ഒരു കാര്യം, നിങ്ങൾക്ക് ആ കഷ്ടതയുടെയും പ്രയാസത്തിന്റെയും നടുവില് ഈ ദൈവം മാത്രം മതി, എനിക്ക് ഈ ദൈവത്തെ ഞാൻ ഉപേക്ഷിക്കത്തില്ല, ഈ ദൈവം മതി എന്നുള്ള ആ ഒരു ആശ്രയബോധത്തോടെയുള്ള വിശ്വാസം. സ്വർണം പോലെ അല്ലേ തിളങ്ങുന്ന വിശ്വാസം, മാറ്റുള്ള വിശ്വാസം നിങ്ങളിൽ ഉണ്ടോ എന്ന് പരിശോധിക്കാനാണ് ദൈവം പലപ്പോഴും ഇത്തരം പ്രതിസന്ധികൾ ജീവിതത്തിൽ അനുവദിക്കുന്നത്. അടുക്കും തോറും അത്തരം പ്രതിസന്ധികൾ വരും. അതിനൊരു ലക്ഷ്യം കൂടെ ഉണ്ട് കേട്ടോ. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം, എല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന വാക്യമാണ്. 1 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. പ്രത്യേകിച്ച് നമ്മളതിൻ്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു. അല്ലേ? സ്തോത്രം. അപ്പം നമ്മൾ വചനം വായിക്കുന്നത് ദൈവത്തിൻ്റെ ലക്ഷ്യമെന്താ, ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താ? നിന്നെ ഈ കഷ്ടതയിലൂടെ കടത്തിവിട്ട ഒരു സഹിഷ്ണുതയിലൂടെ ഒരു നല്ല സിദ്ധതയിലേക്ക്, സിദ്ധത എന്ന് പറഞ്ഞാൽ നല്ല ക്യാരക്ടർ എന്നാ, ഒരു നല്ല പക്വതയുള്ള വിശ്വാസിയായി, തികവുള്ള ഒരു വിശ്വാസിയായി, തികഞ്ഞവനായി, തികഞ്ഞവളായി എന്നെയും നിങ്ങളെയും ഒന്ന് വളർത്തുവാൻ, രൂപപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഈ അടുക്കും തോറുമുള്ള ഈ പ്രതിസന്ധി. അത് നിങ്ങൾ അറിയണം. അപ്പോൾ കഷ്ടത വരുമ്പോൾ അതിനകത്ത് എന്തോ കാണിക്കണം? സഹിഷ്ണുത. അപ്പോൾ ആ സഹിഷ്ണുത എന്തിലേക്ക് മാറും? സിദ്ധതയിലേക്ക് മാറും. സിദ്ധതയാണ് ഞാൻ പറഞ്ഞത്. എന്ത്? നല്ല സ്വഭാവം. അതാ, കർത്താവിൻ്റെ മക്കളാണെങ്കിൽ അവർക്ക് എന്തോ ഉണ്ടായിരിക്കും? നല്ല സ്വഭാവം. എന്തായി ഗുഡ് ക്യാരക്ടർ? ഗുഡ് ക്യാരക്ടർ എന്താണെന്ന് ചോദിച്ചാൽ, കഷ്ടം വന്നാൽ ഉടനെ അയ്യോ ഞങ്ങളെന്നാൽ ഇനി വരുന്നില്ലെന്ന് അവർ പറയുകയല്ല. പിടികിട്ടിയോ? അവരുടെ ക്യാരക്ടർ മാറി. പിടികിട്ടിയോ? ചിലർക്ക് അങ്ങനെയല്ലല്ലോ. അവരുടെ ക്യാരക്ടർ ഈ പിള്ളേരുടെ കൂട്ടാ, കൊച്ചു പിള്ളേരുടെ കൂട്ടാ. വല്ലതും കിട്ടിയാൽ എന്ത് ചെയ്യും? അപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കണം. എന്തേലും കിട്ടിയില്ല അവർ പിണങ്ങും. അങ്ങനെയല്ലേ? ആ നല്ല ക്യാരക്ടറാണോ? അല്ല. കിട്ടുമ്പോൾ മാത്രം അപ്പന് നന്ദി പറയുന്നത് നല്ല ക്യാരക്ടറാണോ? ആണോ? ഇങ്ങനെ നോക്കി നിൽക്കുക, വാതക്കേൽ വീടിൻ്റെ വാതിൽ നോക്കി നിൽക്കുക, അപ്പൻ വരുന്നത്. അപ്പൻ എന്തെങ്കിലും കൊണ്ടുവരും. കണ്ട ഉടനെ അതും മേടിച്ച് എടുത്തോണ്ട് ഓടുക. അപ്പനെ വേണ്ട, അപ്പൻ്റെ കൂട്ടായ്മ വേണ്ട. പകരം എന്തോ മതി? അപ്പൻ്റെ കയ്യിലുള്ള നല്ല ക്യാരക്ടറാണോ? അല്ല. വിശ്വാസികളിൽ നല്ലൊരു പങ്കും ആ ഒരു സ്വഭാവമാണ്. അതാണ് കഷ്ടതയിലൂടെ അടുക്കുന്നവർക്ക്, സഹിഷ്ണുതയിലൂടെ സിദ്ധത, നല്ല ക്യാരക്ടർ ഉണ്ടാകും. ആ സിദ്ധതയുള്ളവർക്ക് മാത്രമേ എന്തോ ഉള്ളൂ? പ്രത്യാശയുള്ളൂ. നിത്യതയുടെ പ്രത്യാശ ആർക്കാ? നല്ല ക്യാരക്ടർ ഉള്ളവർക്കാ. ബാക്കിയുള്ളവർക്കല്ല ഇവിടുത്തെ മതി, ഇവിടെ കിട്ടുന്നത് മതി, അല്ലേ? പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. എന്തിനാ ഈ കഷ്ടത അടുക്കും തോറും? 2 കാര്യങ്ങൾ പറഞ്ഞു കേട്ടോ. സമാധാനത്തിലാണ് പറഞ്ഞു. എന്താ പറഞ്ഞ്? ഒന്നാമത്തെ കാര്യം, നാം അടുക്കും തോറും പിശാചിന്റെ എതിർപ്പ് കൂടും. അത്രേ ഉള്ളൂ. അടുക്കാൻ തീരുമാനിച്ചോ, പിശാച് നമ്മളോട് എന്ത് ചെയ്യും? എതിർക്കും. അവൻ്റെ എതിർപ്പ് ഇന്നലത്തേക്കാൾ കൂടും. അപ്പോൾ അവൻ എന്ത് ചെയ്യും? പല പ്രശ്നം സൃഷ്ടിക്കും, പ്രതിബന്ധങ്ങൾ ഉണ്ടാക്കും. അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അടുപ്പം കുറയ്ക്കാതെ അടുത്ത് നിന്നാൽ, എതിർത്ത് നിന്നാൽ അവനെന്ത് ചെയ്യും? ഓടിപ്പോകും. സ്തോത്രം. രണ്ടാമത്തെ കാര്യം, ഈ അടുക്കും തോറും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് നമ്മുടെ സ്വഭാവത്തെ രൂപപ്പെടുത്താൻ വേണ്ടിയാ, ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപമാക്കാൻ വേണ്ടിയാ, പ്രത്യാശയുള്ളവരാക്കാൻ വേണ്ടിയാ, പ്രൈസ് ദി ലോർഡ്, സഹിഷ്ണുതയുള്ളവരാക്കാൻ വേണ്ടിയാ. എങ്കിലേ നമുക്ക് നിത്യതയുടെ പ്രത്യാശയുള്ളവരായി മാറുകയുള്ളൂ, സ്വർഗരാജ്യത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം എല്ലാ ദൈവമക്കളും അറിയണം. മൂന്നാമത്തെ കാര്യം,
യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം, 2 മുതലുള്ള വാക്യം വായിക്കാം. എന്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം, എല്ലാവരും ശ്രദ്ധിച്ചോ, ഈ പരീക്ഷണങ്ങൾ അതിലൂടെ നമ്മളിങ്ങനെ കടന്നു പോകുമ്പോൾ നമ്മിലുണ്ടാകുന്ന മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെ സ്ഥിരതയുള്ളവരാക്കുന്നു. എന്ന് വെച്ചാൽ ആടുന്ന കുലുങ്ങുന്ന വിശ്വാസികളായി നമ്മൾ മാറില്ല. നമ്മുടെ കുലുക്കം മാറിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഉറയ്ക്കും, വിശ്വാസത്തിൽ ഉറയ്ക്കും. സ്തോത്രം. അപ്പം അടുക്കും തോറും ഈ പ്രതിസന്ധി വരുമ്പോ സാത്താൻ പ്രതീക്ഷിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യണമെന്നാ? കുലുക്കണമെന്നാ. പക്ഷേ യഥാർത്ഥ വിശ്വാസി നിലനിന്നാൽ അവൻ ഉറച്ചെന്ന അതിൻ്റെ അർത്ഥം. വിശ്വാസത്തിൽ നിങ്ങൾക്ക് എന്തോ ഉണ്ടാകും? സ്ഥിരതയുണ്ടാകും. മുകുപനി വന്നാൽ പിന്നെ അവൻ എന്ത് ചെയ്യില്ല. അവൻ പറയും, ഇതൊക്കെയാണോ? എടാ, ഇതിലും വലുത് ഞാൻ എന്ത് ചെയ്തതാ? ഇതിലും വലിയ നദി പെരുവെള്ളം എൻ്റെ മീതെ പോയിട്ടും. അത് അഹങ്കാരമല്ല കേട്ടോ. അതൊന്നും എന്തല്ല, അത് അഹങ്കാരമല്ല. നിങ്ങൾക്കത് മനസ്സിലാക്കാൻ മറ്റൊരു കാര്യത്തോടെ ഞാൻ പറയാം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം, 2 കൊരിന്ത്യർ 1-ാം അധ്യായം എടുക്കാം, 4-ാം വാക്യം വായിക്കാം. അപ്പോൾ പൗലോസ് പറയുക, കഷ്ടങ്ങളുടെ അടിയിലൂടെ പ്രതിസന്ധിയിലൂടെ ഞങ്ങൾ കടന്നു പോയപ്പോ ഞങ്ങൾ ഉറച്ചു. എങ്ങനെയാ ഉറച്ചതെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ഞങ്ങളെ ആരാശ്വസിപ്പിച്ചു? ശ്രദ്ധിക്കണേ, എന്നെ നോക്കിക്കേ. നിങ്ങൾ കൂടുതലായിട്ട് അടുക്കുമ്പോൾ കഷ്ടം വരും. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അതിൻ്റെ കാരണവും പറഞ്ഞു. ഈ അടുക്കുമ്പോൾ പ്രതിസന്ധി ഉണ്ടായാൽ പിന്നെ ആശ്വസിപ്പിക്കുന്ന ആരാ? എല്ലാവരും എന്നെ നോക്കിയേ. നിങ്ങൾ ഭയങ്കര പ്രാർത്ഥനക്കാരായിട്ട് ഇങ്ങനെ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടായാൽ ഒരു മനുഷ്യന് നിങ്ങളെ ആശ്വസിപ്പിക്കാൻ കാണുകയില്ല. മനുഷ്യൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നാ പ്രാർത്ഥനക്കാരിയായിരുന്നല്ലേ പറയുള്ളൂ, എന്നാ വിശ്വാസമാ, എന്നാ ചാട്ട വരുന്നല്ലേ പറയുള്ളൂ. അല്ലാതെ പിന്നെ അയ്യോ പോട്ടെന്ന് ആരെങ്കിലും ആശ്വസിപ്പിക്കാൻ വരുമോ? യോബിൻ്റെ വീട്ടിൽ പോയ ആ സഹോദരന്മാരുടെ കൂട്ടുള്ള ആശ്വാസന്മാരെ പിന്നെ ഉള്ളൂ. ഒറ്റ മനുഷ്യൻ ആശ്വസിപ്പിക്കുകയല്ല. പക്ഷേ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി നടന്ന് ആത്മീയനുമല്ല അനാത്മീയനും രണ്ടും കെട്ടവനും എല്ലാം നടന്നിട്ട് വല്ലതും വന്നാൽ ആശ്വസിപ്പിക്കാൻ എല്ലാ ടൈപ്പ് ആളുകളും വരും. പക്ഷെ പ്രാർത്ഥിക്കുന്നവനൊരു വിഷയം ഉണ്ടായാൽ ആശ്വാസത്തിന് വരെ കുറ്റം പറയാനായിരിക്കും ആള്. മനസ്സിലായവർക്ക് ആമേൻ പറയാം. ഭക്തിയോടെ ജീവിച്ചവനൊരു പ്രതിസന്ധി വന്നാൽ കുറ്റം പറയാനായിരിക്കും ആൾ. ആൾ പറയും, ഇവനെന്തോ കുഴപ്പമുള്ളത് കൊണ്ട് ഇവനിതെല്ലാം. അങ്ങനെയല്ലേ യോബിൻ്റെ വീട്ടിൽ ചെന്നും പറഞ്ഞത്? നിന്റെ ഭക്തിയൊക്കെ എന്താ? വ്യർത്ഥമാണ്. ഭക്തിയോടെ നിൽക്കാൻ ആഗ്രഹിച്ച് വിശുദ്ധിയോടെ നിൽക്കുമ്പോൾ, ഈ വിശുദ്ധിയോടെ നിന്നപ്പോൾ തന്നെ എന്ത് സംഭവിച്ചു? ആദ്യത്തെ വാക്യം, നമ്മളെല്ലാവരും പിണക്കിയോ വെച്ചാ നിങ്ങൾക്ക് മനസ്സിലാവുന്ന എനിക്കറിയാൻ വയ്യ. ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിച്ചപ്പോൾ എന്തോ ഉണ്ടായി? ഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിച്ചപ്പോഴത്തേക്ക് ഞായറാഴ്ച കല്യാണത്തിന് പോയോ? മാമോദീസയ്ക്ക് പോയോ? അപ്പൊ എന്ത് സംഭവിച്ചു? എല്ലാവരും എതിരായി. ആണോ? അപ്പോൾ ഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിച്ചപ്പോൾ പ്രാർത്ഥനയ്ക്ക് മുൻതൂക്കം കൊടുത്തോ? മുൻതൂക്കം കൊടുത്തപ്പോൾ ചിലർ 2-ാം സ്ഥാനത്തായി. ആണോ? അതിൻ്റെ അടി വേറെ നടക്കും. നിങ്ങൾ ജീവിക്കാത്തതുകൊണ്ട് അങ്ങനെ. നമ്മുടെ ഭക്തി എപ്പോഴാ? നമ്മുടെ ഭക്തി എങ്ങനെ ഇപ്പോൾ ക്രമീകരിക്കുന്നത്? എല്ലാം കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ ദൈവത്തിന് കൊടുക്കാം.
പക്ഷേ യഥാർത്ഥ ഭക്തി അങ്ങനല്ല. ഇത് കഴിഞ്ഞിട്ടും മതി ബാക്കിയുള്ളതെന്ന് തീരുമാനിക്കുമ്പോൾ ഒത്തിരി എതിർപ്പ് വരുമെന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്. വിശദീകരിച്ച് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ശരിയാണോ? അങ്ങനെ ഭക്തിക്ക് വേണ്ടി നിന്ന ഒരുത്തനെ, അല്ലെ, ഒരു കുടുംബത്തിനൊരു പ്രശ്നം ഉണ്ടായാൽ ആശ്വസിപ്പിക്കാൻ ആര് വരും? ഒറ്റ പാസ്റ്ററും കാണുകയല്ല, ഒറ്റ വിശ്വാസിയും കാണത്തില്ല, ഒരു ദാസന്മാരും കാണത്തില്ല, ആരും കാണില്ല. അവിടെയാണ് ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം. എങ്ങനെ ഒരാൾ ഉറയ്ക്കുന്നത്? ഞാൻ നേരത്തെ ഉറയ്ക്കുന്നതിനെ കുറിച്ച് പറഞ്ഞില്ലേ? വിശ്വാസത്തിൽ സ്ഥിരത ഉണ്ടാകുമെന്ന് പറഞ്ഞു. സ്ഥിരത ഉണ്ടാകുമെന്ന് എപ്പോഴാണെന്നറിയാമോ? നാട്ടുകാരെല്ലാം കൂടെ സപ്പോർട്ട് ചെയ്ത് സ്ഥിരത വരുത്തിയതല്ല. തലങ്ങും വിലങ്ങും ഞങ്ങളൊക്കെ കൂടെ ഉണ്ടച്ചായ എന്ന് പറഞ്ഞല്ലച്ചാ ഒരാൾ ഉറയ്ക്കുന്നത്. പകരം അവൻ്റെ കഷ്ടതയുടെയും പ്രയാസത്തിൻ്റെയും അവൻ്റെ തകർച്ചയുടെയും മണ്ഡലത്തിൽ ആരും അവനെ സഹായിക്കാനില്ലാതിരിക്കുമ്പോൾ, ആരും അവനെ ഒന്ന് തിരിഞ്ഞു നോക്കാനില്ലാതിരിക്കുമ്പോൾ, സർവശക്തനായ ദൈവം അവൻ്റെ ജീവിതത്തിൽ ഇടപെട്ട് അവനോട് ഇടപെടുകയും അവനോട് സംസാരിക്കുകയും അവന് വേണ്ടി അവൻ പ്രവർത്തിക്കുകയും ചെയ്ത് അവനെ ആശ്വസിപ്പിക്കുമ്പോൾ അവനെ എല്ലാവരെക്കാളും കരുത്തുള്ളവനാകുക. ദൂത് മനസ്സിലായോ? അതുകൊണ്ട് പൗലോസ് പറഞ്ഞില്ലേ, എൻ്റെ ഒന്നാം പ്രതിവാദത്തിൽ ആരും എനിക്ക് നിൽക്കുകയില്ല. അവിടെ കൊണ്ട് എഴുതി തീർത്തോ? പിന്നെ എൻ്റെ അമ്മമ്മ പറഞ്ഞേ, കർത്താവോ എനിക്ക് തുണ നിന്നു. സ്തോത്രം, സ്തോത്രം. എത്ര പേർക്ക് ദൂത് മനസ്സിലാകുന്നുണ്ട്? കർത്താവോ എനിക്ക് തുണ നിന്നു. പാസ്റ്റർ അല്ല, വിശ്വാസിയല്ല, കൂട്ടു സഹോദരനല്ല, കർത്താവോ എനിക്ക് തുണ നിന്നു. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, അങ്ങനെ എനിക്ക് തുണ നിന്ന് ഞാൻ അനുഭവിച്ച എൻ്റെ കഷ്ടങ്ങളിൽ ഇറങ്ങി വന്ന ഒരു ദൈവം എനിക്കുള്ളത് കൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് എനിക്കറിയാം, അവൻ എൻ്റെ ഉപനിധിയാ, ആ ദിവസത്തോളം എന്നെ സൂക്ഷിക്കാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചുമിരിക്കുന്നു. ജീവിതം കയറി ഉറയ്ക്കുന്നത് കണ്ടോ? വിശ്വാസത്തിന് ഉറപ്പ് വരുന്നത് കണ്ടോ? അനേക വിശ്വാസികൾ ആടി നിൽക്കുക. കാര്യം എന്താണെന്നറിയാമോ? ഇങ്ങനെ ഒരു ദൈവകൃപ അവർ അനുഭവിച്ചിട്ടില്ല, ഇങ്ങനെ ദൈവത്തെ അവർ രുചിച്ചറിഞ്ഞിട്ടില്ല. മനുഷ്യരിൽ ആശ്രയിച്ച് പാസ്റ്റർമാരുടെ മുഖത്ത് നോക്കി, വിശ്വാസിയുടെ മുഖത്ത് നോക്കി, അവരെയും ഇവരെയും നോക്കിയൊക്കെ ജീവിക്കുകയാ. പക്ഷെ പൗലോസ് പറയുക, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് എനിക്കറിയാം, അവൻ എൻ്റെ ഉപനിധി, ആ ദിവസത്തോളം എന്നെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചുമിരിക്കുന്നു. അതല്ലേ ഉറപ്പുള്ള വിശ്വാസി? അവരെ തോൽപ്പിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? അവരെ കുലുക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? പൗലോസ് പറയുക, അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന, ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുള്ളവരെയും ആശ്വസിപ്പിക്കാൻ ശക്തരാകേണ്ടതിന് ഞങ്ങളുടെ കഷ്ടങ്ങളിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്താ പരിശുദ്ധാത്മാവിന് നിങ്ങളോട് പറയാനുള്ളത്? ഈ കഷ്ടത ദൈവം നിങ്ങളെ ആശ്വസിപ്പിച്ച്, ദൈവം നിങ്ങളെ ധൈര്യപ്പെടുത്തി, ദൈവം നിങ്ങളെ ഉറപ്പിക്കാനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. എത്ര പേർക്ക് മനസ്സിലായി? മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ അവൻ യഹോവയിൽ ആശ്രയിക്കുന്നതാണ് നല്ലതെന്ന് നിന്നെ പഠിപ്പിക്കാൻ വേണ്ടിയ അടുക്കും തോറും ചില പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഒന്നിനു പുറകെ ഒന്നായി ജീവിതത്തിൽ വരുമ്പോൾ ഓർത്തോണം, ഇത് നിന്നെ ഇളക്കിക്കളയാനല്ല, ഇത് നിന്നെ തകർക്കാനല്ല, ഇത് നിന്നെ വിശ്വാസത്തിൽ പാറ പോലെ ഉറപ്പിച്ചു നിർത്തുവാനുള്ള ദൈവിക പരിപാടിയുടെ ഭാഗമാണെന്ന് ദൈവമക്കൾ തിരിച്ചറിയണം. അങ്ങനെ ഉറച്ചിട്ട പൗലോസ് പറഞ്ഞത് എന്താണ്? യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ വേർപിരിക്കുന്നത് ആര്? കഷ്ടതയോ, പട്ടിണിയോ, ഉപദ്രവമോ, നഗ്നതയോ, ആപത്തോ, വാളോ, അല്ലേ, ഇപ്പോഴുള്ളതിനോ വരാനുള്ളതിനോ? വലിയ ലിസ്റ്റാ. ഉറച്ചത് കൊണ്ടാണ് പറഞ്ഞത്. എന്താ വന്നാലും കുലുങ്ങിപ്പോകാതെ നിങ്ങൾ ഉറയ്ക്കാൻ വേണ്ടിയാണ് നിങ്ങൾ അടുക്കും തോറും കഷ്ടത വരുന്നത്. ഇതൊരു രഹസ്യമാണ് ഞാൻ പറഞ്ഞു തരുന്നത്, അല്ലാതെ നാളെ വന്ന് പരാതി പറയില്ല. പാസ്റ്ററെ, ഞങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് ഇതിലെ വിരിച്ചപ്പോൾ മുതൽ പ്രശ്നമാണ്, അതങ്ങനെ വരൂ, അതിനെ നീ ജയിക്കണം. ഒരാമേൻ പറഞ്ഞാട്ട്, അതിനെ നീ ജയിക്കണം, അല്ലേ? പിശാചിനോട് എതിർത്ത് നിൽക്കണം, പോരാടണം. നിലനിന്നാൽ നീ വിശ്വാസത്തിൽ ഉറയ്ക്കും. പ്രൈസ് ദി ലോർഡ്. പിശാച് നിന്റെ മുമ്പിൽ ലജ്ജിക്കും. പ്രൈസ് ദി ലോർഡ്.
നിന്റെ ആത്മജീവിതം കരുത്തുള്ളതായി മാറും. അവസാനമായി നമുക്ക് എന്തിനെ കഷ്ടത തന്നേക്കുന്നതെന്നറിയോ? നമുക്ക് ഈ കഷ്ടത വരുമ്പോഴേ നമ്മുടെ ബലഹീനതയെക്കുറിച്ച് നമുക്ക് ബോധം വരും. നമ്മൾ ഒന്നുമല്ലെന്നും നമ്മളെക്കൊണ്ട് ഒന്നിനും കഴിയില്ലെന്നും നമുക്ക് ബോധ്യം വരുത്തണം. അതല്ലേ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർ ലേഖനത്തിൽ 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങൾ തൻ്റെ ജീവിതത്തിൽ വലിയ ശൂലമൊക്കെ വന്നു അല്ലേ? പല പ്രാവശ്യം പ്രാർത്ഥിച്ചു. ഒടുവിൽ ദൈവം അവനോട് പറയുന്നുണ്ട്, എൻ്റെ ശക്തി നിൻ്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. പൗലോസേ, എൻ്റെ കൃപ നിനക്ക് മതി. എന്തിനാ ഈ കഷ്ടത? കൃപ പ്രാപിച്ച് ജീവിക്കാൻ വേണ്ടിയാ. അതിനാ. ഇല്ലെങ്കിൽ നീ അഹങ്കരിക്കും. അടുക്കും തോറും ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഇന്ന് രാവിലെ അടുത്ത് കഴിഞ്ഞാൽ ഉടനെ പടാന്ന് വാതിലങ്ങ് തുറക്കുക. 4 ദിവസം കഴിയുമ്പോഴത്തേക്ക് നീ എവിടെ പോകുമെന്നറിയോ? തറയക്കൂടങ്ങും. നിൻ്റെ റൂട്ട് വേറെ ആയിരിക്കും. പിന്നെ നിൻ്റെ പൊങ്ങച്ച സാക്ഷ്യം കേട്ടിട്ട് സഹിക്കാൻ വയ്യ. ആൾക്കാർ പറയും, ഞാൻ ഇത്രയും വിശുദ്ധനും വിശുദ്ധി ആയതുകൊണ്ട് ദൈവം എന്നെ അങ്ങ് അനുഗ്രഹിച്ചു മാനിച്ചു, പിന്നെയൊന്നും വേണ്ട അല്ലേ? അഹങ്കാരം അങ്ങ് മേലോട്ടങ്ങ്. സ്തോത്രം. അതല്ലേ പൗലോസ് പറയുന്നത്, ഞാൻ നിഗളിച്ചു പോകാതെ. എന്തിനാ കഷ്ടത? അടുക്കുന്തോറും നമ്മൾ അടുക്കുന്തോറും എന്തിനാ കഷ്ടത? ആമേൻ. സ്തോത്രം. നമ്മളിൽ നിഗളം വരാതിരിക്കാൻ, അഹങ്കാരം വരാതിരിക്കാൻ, നമ്മൾ താഴ്മയോടെ നടക്കാൻ, സമർപ്പണത്തോടെ നടക്കാൻ, ഓരോ ദിവസവും അവിടുത്തെ കൃപയുണ്ടെങ്കിലേ എനിക്ക് വിടുതലുള്ളൂ എന്നോർത്ത് എല്ലാ ദിവസവും ആശ്രയിക്കാൻ. സ്തോത്രം. അതിനുവേണ്ടിയാ തന്നിരിക്കുന്നത്. അപ്പോൾ അടുക്കും തോറും ആളുകൾക്ക് എന്താ ഉണ്ടാകും? താഴ്മ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ശരിയല്ലേ? അടുക്കും തോറും താഴ്മ ഉണ്ടായിക്കൊണ്ടിരിക്കണം. അതിനാ ഈ കഷ്ടത വച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ പ്രാർത്ഥിച്ച് പോകുന്നവർക്ക് ഇങ്ങനെ വെച്ചടി നിങ്ങൾ നോക്കിക്കേ, നിങ്ങൾ ലോകം മുഴുവൻ നോക്കിക്കോ, അടുക്കുന്നവർ, കൂടുതൽ അടുത്ത് പോകുന്നവർക്കെല്ലാം എന്തുണ്ട്? ശോധനയുണ്ട്. അപ്പം നീ അടുക്കാൻ തുടങ്ങും തോറും ദൈവം നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ അനുവദിക്കും. എന്തിനാ? താഴ്മ പഠിപ്പിക്കാൻ. കൃപ പ്രാപിച്ചു വേണം നീ മുന്നോട്ട് പോകാൻ. എല്ലാ ദിവസവും എൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ച് താണു വീണ് കൃപ പ്രാപിച്ച് ജീവിച്ചോണം. സ്തോത്രം. നിന്റെ സ്വന്തം ബലത്തിലും നിന്റെ സ്വന്തം കഴിവിലും സ്വന്തം മിടുക്കിലും പരിപാടി നടക്കത്തില്ല. എന്നും എൻ്റെ സന്നിധിയിൽ വന്ന് കൃപ പ്രാപിച്ചു പൊയ്ക്കോണം. അതിനാ ഈ പ്രതിസന്ധി. എത്ര പേർക്ക് സന്തോഷമുണ്ട്? സ്തോത്രം. അതുകൊണ്ട് ആ കഷ്ടതയിൽ സന്തോഷിക്കാൻ വചനം പറയുന്നത്. ഈ കഷ്ടത നിന്നെ തകർക്കാനല്ല. സ്തോത്രം. ഇത് നിന്നെ മുടിക്കാനല്ല. അങ്ങനെയല്ലേ പാട്ടുകാരൻ പറഞ്ഞത്? നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ അല്ലല്ല ഈ ശോധന. അല്ലയോ ഈ ആത്മാവ് നിങ്ങളോട് ഇടപെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ച ദൂത. ഞാനും പല ചോദ്യങ്ങൾ ദൈവത്തോട് ഇതുപോലെ ചോദിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തോട് ഇടപെട്ട കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ടെന്ന് പങ്കുവയ്ക്കുവാനിടയായത്. നിങ്ങൾക്കും അത് അനുഗ്രഹമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കണ്ണുകളെ അടയ്ക്കാം. വചനത്തിന് മുമ്പാകെ നമ്മെ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം.